വെൽക്കം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ടോപ്പിക് എന്ന് പറയുന്നത് നിങ്ങൾ തമ്മിൽ കണ്ടതുപോലെ തന്നെ നമുക്കൊരു വൈവ ക്വസ്റ്റ്യന് അഡൾട്ട് കേസ്, അതായത് ഹൗ ടു സെറ്റ് ഫോർ ആൻ അഡൾട്ട് കേസ്. അപ്പോൾ ഫസ്റ്റ് OTയിൽ കയറി കഴിഞ്ഞാൽ നമ്മൾ എന്താണ് സെറ്റ് ചെയ്യേണ്ടത്, അതിന്റെ ആൻസർ എന്ന് പറയുന്നത് ഓൾറെഡി ഒരു ഇന്റർവ്യൂവിന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എൻ്റെ ഒരു സൂപ്പർ സീനിയറിന് ഇന്റർവ്യൂവിന് ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആയിരുന്നു. OTയിൽ ഫസ്റ്റ് ഒരു അനസ്തീഷ്യ ടെക്നീഷ്യൻ കയറി കഴിഞ്ഞാൽ എന്താണ് ചെക്ക് ചെയ്യേണ്ടത് എന്നുള്ളത്. ഇതൊന്നുമല്ല ആൻസർ. ഒരു അഡൾട്ട് കേസിന് ഫസ്റ്റ്, അതിപ്പോൾ അഡൾട്ട് കേസ് ആയാലും പീഡിയാട്രിക് കേസ് ആയാലും നമ്മൾ ആദ്യം ചെക്ക് ചെയ്യേണ്ടതെന്ന് പറയുന്നത് സക്ഷൻ അപ്പാരറ്റസ് -300 to -400 mmHg എന്ന് പറയും. ഹായ് എവരിവൺ, ഓപ്പറേഷൻ തിയേറ്റർ ആൻഡ് അനസ്തേഷ്യ ടെക്നോളജിയിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും വെൽക്കം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ടോപ്പിക് എന്ന് പറയുന്നത് നിങ്ങൾ തമ്മിൽ കണ്ടതുപോലെ തന്നെ നമുക്കൊരു വൈവ ക്വസ്റ്റ്യന് അഡൾട്ട് കേസ്, അതായത് ഹൗ ടു സെറ്റ് ഫോർ ആൻ അഡൾട്ട് കേസ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്തൊക്കെ പോയിന്റ്സ് എഴുതണം എന്നുള്ളതിനെ പറ്റിയിട്ടുള്ള ഫുൾ ഡീറ്റെയിൽസ് ഈ വീഡിയോയിൽ പറയുന്നുണ്ടായിരിക്കും. അപ്പോൾ അത് സ്കിപ്പ് ചെയ്യാതെ കണ്ടു നോക്കാം കേട്ടോ. അപ്പോൾ ഫസ്റ്റ് OTയിൽ കയറി കഴിഞ്ഞാൽ നമ്മൾ എന്താണ് സെറ്റ് ചെയ്യേണ്ടത്, ഇത് ഞാൻ എൻ്റെ ഇന്റർവ്യൂ ക്വസ്റ്റ്യൻസിൽ ഞാൻ എല്ലാവരോടും ചോദിച്ച ഒരു ചോദ്യമായിരുന്നു. അപ്പോൾ അതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് ചെക്ക് ആൻഡ് വെരിഫൈ ദ പവർ സപ്ലൈ ഓഫ് ദ OR റൂം. നമ്മുടെ ഏത് മെഷീൻ വർക്ക് ചെയ്യാനാണെങ്കിലും ആദ്യം വേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് OTയിലെ പവർ സപ്ലൈ ആണ്. അപ്പോൾ അതാണ് നമ്മൾ ആദ്യമായിട്ട് ചെക്ക് ചെയ്യേണ്ടത്. ഇത് ഓൾറെഡി ഒരു ഇന്റർവ്യൂവിന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എൻ്റെ ഒരു സൂപ്പർ സീനിയറിന് ഇന്റർവ്യൂവിന് ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആയിരുന്നു. എന്താണ് OTയിൽ ഫസ്റ്റ് ഒരു അനസ്തീഷ്യ ടെക്നീഷ്യൻ കയറി കഴിഞ്ഞാൽ എന്താണ് ചെക്ക് ചെയ്യേണ്ടത് എന്നുള്ളത്. അതിന്റെ ആൻസർ എന്ന് പറയുന്നത് ചെക്ക് ആൻഡ് വെരിഫൈ ദ പവർ സപ്ലൈ ഓഫ് ദ OR റൂം എന്നതായിരുന്നു. പക്ഷെ നമ്മൾ ആദ്യം കുറെ കാര്യങ്ങൾ ചിന്തിക്കും, അനസ്തേഷ്യ മെഷീന്റെ കാലിബ്രേഷൻ അല്ലേ, അല്ലെങ്കിൽ സിലിണ്ടറിന്റെ പ്രഷർ ഗേജ് അല്ലേ എന്നത് നമ്മൾ ചിന്തിക്കും. പക്ഷെ ഇതൊന്നുമല്ല ആൻസർ. ചെക്ക് ആൻഡ് വെരിഫൈ ദ പവർ സപ്ലൈ ഓഫ് ദ OR റൂം ആണ് ആൻസർ. അതാരും മറന്നു പോകരുത് കേട്ടോ. ഇനി നമുക്ക് സെക്കൻഡ് പോയിന്റ് എന്താണെന്ന് നോക്കാം. ഒരു അഡൾട്ട് കേസിന് ഫസ്റ്റ്, അതിപ്പോൾ അഡൾട്ട് കേസ് ആയാലും പീഡിയാട്രിക് കേസ് ആയാലും നമ്മൾ ആദ്യം ചെക്ക് ചെയ്യേണ്ടതെന്ന് പറയുന്നത് പവർ സപ്ലൈ ഓഫ് ദ OR റൂം ആണ്. ദെൻ ചെക്ക് ചെയ്യേണ്ടത് ചെക്ക് വെദർ ദ OR ടേബിൾ ഈസ് വർക്കിംഗ് പ്രോപ്പർലി. നമ്മുടെ OR ടേബിൾ പ്രോപ്പർ ആയിട്ട് വർക്ക് ചെയ്യുന്നുണ്ടോ, ദാറ്റ് ഈസ് ടിൽറ്റബിൾ, ഹാസ് ലോക്ക്ഡ് ആൻഡ് ഇൻ ന്യൂട്രൽ പൊസിഷൻ, ടിൽറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടോ, ലോക്ക് ചെയ്യാൻ പറ്റുന്നുണ്ടോ, നമ്മുടെ ബാക്കിയുള്ള പൊസിഷൻസ് അതായത് അപ്പ് ആൻഡ് ഡൗൺ, ദെൻ ട്രെൻലൻബർഗ്, റിവേഴ്സ് ട്രെൻലൻബർഗ്, ഇതെല്ലാം പ്രോപ്പർ ആയിട്ട് വർക്ക് ചെയ്യുന്നുണ്ടോ എന്നതുകൂടി നമ്മൾ ചെക്ക് ചെയ്യേണ്ട ഒരു കാര്യമാണ്. Then check the two suction apparatus are properly working at pressure -300 mmHg to -400 mmHg. നമ്മുടെ സക്ഷൻ അപ്പാരറ്റസ് -300 to -400 mmHg എന്ന് പറയുന്ന പ്രഷറിലാണ് വർക്ക് ചെയ്യുന്നത്. സക്ഷൻ അപ്പാരറ്റസിന്റെ ഫുൾ വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് കാണാത്തവർ അത് ചെന്ന് കണ്ടു നോക്കുക. അപ്പോൾ നമ്മൾ സക്ഷൻ അപ്പാരറ്റസിന്റെ പ്രഷറും ചെക്ക് ചെയ്യേണ്ടതാണ്. Then check the operating room temperature for adult 22 degrees Celsius. ഓപ്പറേറ്റിംഗ് റൂമിന്റെ ടെമ്പറേച്ചറും ഹ്യൂമിഡിറ്റി ഒക്കെ ചെക്ക് ചെയ്യണം. ഹ്യൂമിഡിറ്റി 50 to 60% ആയിരിക്കണം. ദെൻ അഡൾട്ടിന്റെ ടെമ്പറേച്ചർ 22 degrees Celsius, പീഡിയാട്രിക്കിന്റെ 28 degrees Celsius ആണ് കേട്ടോ. പീഡിയാട്രിക് കേസ് എങ്ങനെ സെറ്റ് ചെയ്യണം എന്നുള്ള ഒരു വീഡിയോ നമ്മൾ ചെയ്യുമ്പോൾ നമുക്ക് അതിനകത്ത് ബാക്കി പീഡിയാട്രിക്സിന്റെ കാര്യങ്ങളെല്ലാം എക്സ്പ്ലെയിൻ ചെയ്ത് പറയാം കേട്ടോ. ദെൻ അനസ്തീഷ്യ വർക്ക് സ്റ്റേഷൻ ചെക്കിംഗ്. പിന്നെ ചെക്ക് ചെയ്യേണ്ടത് അനസ്തീഷ്യ വർക്ക് സ്റ്റേഷൻ ആണ്. അതിൽ ബാക്കപ്പ് വെന്റിലേഷനിൽ ഓക്സിലറി O2 സിലിണ്ടർ അറ്റ്ലീസ്റ്റ് ഹാഫ് ഫിൽഡ്, ദാറ്റ് ഈസ് 1000 PSI. നമുക്കറിയാലോ, നമ്മുടെ അനസ്തീഷ്യ മെഷീന്റെ പുറകിൽ 2 സിലിണ്ടേഴ്സ് നമ്മൾ ബാക്കപ്പ് ആയിട്ട് വെച്ചിട്ടുണ്ട്, ഓക്സിജൻ സിലിണ്ടറും നൈട്രസ് ഓക്സൈഡ് സിലിണ്ടറും. അപ്പോൾ അതിൽ ഓക്സിജന്റെ പ്രഷർ എന്ന് പറയുന്നത് ഹാഫ് ഫിൽഡ് ആയിരിക്കണം. അതായത് നമ്മുടെ ഫുൾ പ്രഷർ എന്ന് പറയുന്നത് 2000 PSI ആണ്. പക്ഷെ നമ്മുടെ ഓക്സിജന്റെ 1000 PSI എങ്കിലും അറ്റ്ലീസ്റ്റ് ഉണ്ടായിരിക്കണം. ആംബു ബാഗ്, അഡൾട്ടിനാണെങ്കിൽ 1200 ml കപ്പാസിറ്റി വരുന്ന ആംബു ബാഗ് ആയിരിക്കും നമ്മൾ യൂസ് ചെയ്യുന്നത്. പീഡിയാട്രിക്സിനും നിയോനേറ്റ്സിനും യൂസ് ചെയ്യുന്ന ആംബു ബാഗിന്റെ ML ഡിഫറൻസ് ഉണ്ട്. അത് നമുക്ക് മറ്റൊരു വീഡിയോയിലേക്ക് പറയാം. അതോടൊപ്പം ഞാൻ ആംബു ബാഗിന്റെ വീഡിയോ ചെയ്തിട്ടുണ്ട് കേട്ടോ. അത് കാണാത്തവർ അതുകൂടെ ഒന്ന് ചെന്ന് കണ്ടു നോക്കുക. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ അതിന്റെ കമന്റ് സെക്ഷനിൽ ചോദിക്കാവുന്നതാണ്. അനസ്തീഷ്യ മെഷീൻ ചെക്കിംഗ് ആണ്. അതിൽ ഹൈ പ്രഷർ സിസ്റ്റം, ലോ പ്രഷർ സിസ്റ്റം, ഇന്റർമീഡിയറ്റ് പ്രഷർ സിസ്റ്റം എന്ന 3 പ്രഷർ സിസ്റ്റം ഉണ്ടെന്ന് നമുക്കറിയാം. അതിൽ ഹൈ പ്രഷർ സിസ്റ്റത്തിൽ എന്തൊക്കെയാണ് ചെക്ക് ചെയ്യേണ്ടതെന്ന് നോക്കാം. ഫസ്റ്റ് വൺ, ഹാഫ് ഫിൽഡ് O2 സിലിണ്ടർ, ദാറ്റ് ഈസ് 1000 PSI. 1000 PSI എങ്കിലും ഹാഫ് ഫിൽഡ് ആയിരിക്കണം നമ്മുടെ O2 സിലിണ്ടർ എന്ന് പറയുന്നത്. നൈട്രസ് ഓക്സൈഡ് 760 PSI ആണ്. ദെൻ ഇന്റർമീഡിയറ്റ് പ്രഷർ സിസ്റ്റത്തിൽ ചെക്ക് ദ അഡ്യൂക്കേറ്റ് എമൗണ്ട് ഓഫ് ഓക്സിജൻ ഇൻ പൈപ്പ് ലൈൻ സിസ്റ്റം, 50 to 60 PSI. അതായത് നമ്മുടെ പൈപ്പ് ലൈൻ ഓക്സിജനിലെ പ്രഷർ എന്ന് പറയുന്നത് 50 to 60 PSI എങ്കിലും ആയിരിക്കണം.
O2 പ്രഷർ ഫെയിലിയർ അലാം വർക്കിംഗ് ആണോ എന്ന് പ്രോപ്പറായിട്ട് ചെക്ക് ചെയ്യുക. O2 ഫ്ലഷ്, നമുക്കറിയാം ഒരു ഫ്ലഷിൽ എത്രത്തോളം ഓക്സിജൻ ആണ് വരുന്നത് എന്നുള്ളത് നമുക്ക് അറിയാം. അപ്പോൾ അത്രയും ഓക്സിജൻ വരുന്നുണ്ടോ എന്നുള്ളത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നമ്മൾ ചെക്ക് ചെയ്യേണ്ടതാണ്. ഞാൻ അനസ്തേഷ്യ മെഷീന്റെ അടുത്തിരിക്കുന്നതുകൊണ്ട് കാണിക്കുകയാണ് കേട്ടോ. ഇതാണ് നമ്മുടെ O2 ഫ്ലഷ് എന്ന് പറയുന്നത്. എല്ലാവർക്കും അറിയുന്ന കാര്യമായിരിക്കും. ഇത് ഡ്രാഗറിന്റെ അനസ്തേഷ്യ മെഷീൻ ആണ് കേട്ടോ. ദെൻ ലോ പ്രഷർ സിസ്റ്റത്തിൽ എന്തൊക്കെയാണ് നമ്മൾ ചെക്ക് ചെയ്യേണ്ടതെന്ന് നോക്കാം. ചെക്ക് ഫ്ലോ മീറ്റർ വർക്കിംഗ് പ്രോപ്പർലി, അതായത് നമ്മുടെ ഫ്ലോ മീറ്റർ പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യുന്നുണ്ടോ എന്ന് നോക്കുക. ദെൻ ചെക്ക് ബോബിൻസ് റൊട്ടേറ്റിംഗ് ഓർ നോട്ട് ഗെറ്റ് സ്റ്റിക്കിംഗ്, അതായത് നമുക്ക് ഫ്ലോ മീറ്ററിനകത്തുള്ള ബോബിൻസ് ഇത് ചെക്ക് ചെയ്യണം. സ്റ്റിക്ക് ആയി കഴിഞ്ഞാൽ നമുക്ക് അറിയാൻ പറ്റില്ല ഓക്സിജന്റെ ഫ്ലോ ഉണ്ടോ ഇല്ലയോ എന്നുള്ളത്. റൊട്ടേറ്റ് ചെയ്യുമ്പോഴാണ് നമുക്ക് കൺഫേം ചെയ്യാൻ പറ്റുന്നത് ഓക്സിജൻ ഫ്ലോ ഉണ്ട് എന്നുള്ളത്. ഓക്കെ, വേപ്പറൈസർ ഷുഡ് ഓൾട്ടർനേറ്റ്ലി ഫിൽ ആൻഡ് ടൈറ്റ്ലി ക്ലോസ്. വേപ്പറൈസർ ഒക്കെ ഫിൽ ചെയ്ത് വെക്കുക, ടൈറ്റ് ആയിട്ട് ക്ലോസ് ചെയ്ത് വെക്കുക. ഓക്കെ, ഇത് നമുക്കറിയാലോ ഇന്റർചേഞ്ചബിൾ ആയിട്ടുള്ളതാണ്. നമുക്ക് രണ്ടെണ്ണമാണ് വെക്കാൻ പറ്റുന്നത്, സെവോഫ്ലൂറൈനും ഐസോഫ്ലൂറൈനും. അപ്പോൾ ഇപ്പോൾ സെവോഫ്ലൂറൈൻ മാത്രമേ ഉള്ളൂ കേട്ടോ ഇതില്. ദെൻ ചെക്ക് ദ O2 അനലൈസർ, നമ്മുടെ O2 അനലൈസർ ചെക്ക് ചെയ്യുക. ദെൻ ചെക്ക് സ്കാവഞ്ചിങ് സിസ്റ്റം. ചെക്ക് സോഡ ലൈൻ ഈസ് എക്സോസ്റ്റഡ് ഓർ നോട്ട്, സോഡ ലൈൻ എക്സോസ്റ്റഡ് ആണോ അല്ലയോ എന്നുള്ളത് ചെക്ക് ചെയ്യുക. ചെക്ക് നെഗറ്റീവ് ആൻഡ് പോസിറ്റീവ് പ്രഷർ ലീക്ക് ടെസ്റ്റ്, നെഗറ്റീവ് ആൻഡ് പോസിറ്റീവ് പ്രഷർ ലീക്ക് ടെസ്റ്റ് ചെയ്യുക. പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് പ്രഷർ ലീക്ക് ടെസ്റ്റ് നമുക്കൊരു വീഡിയോ ആയിട്ട് ചെയ്യാം. അതിൽ കുറച്ച് കാര്യങ്ങൾ എക്സ്ട്രാ പറയാനുണ്ട് കേട്ടോ. ഇതിപ്പോ നമ്മൾ ഒരു അഡൾട്ട് കേസിനെ എങ്ങനെ സെറ്റ് ചെയ്യുമെന്ന് വൈവിക്ക് ചോദിച്ചു കഴിഞ്ഞാൽ പറയാൻ പറ്റുന്ന രീതിയിലുള്ള പോയിന്റ്സ് ആണ് ഇതിൽ പറയുന്നത്. അപ്പൊ പോയിന്റ്സ് ഞാൻ താഴെ സ്ലൈഡ് ചെയ്ത് കൊടുത്തേക്കാം. ദെൻ ചെക്ക് ദ ബ്രീത്തിങ് സർക്യൂട്ട് ലീക്ക് ടെസ്റ്റ്, ബ്രീത്തിങ് സർക്യൂട്ടിന്റെ ലീക്ക് ടെസ്റ്റും ചെക്ക് ചെയ്യേണ്ടതാണ്. ദെൻ അനസ്തേഷ്യ വെന്റിലേറ്ററിൽ എന്തൊക്കെയാണ് ചെക്ക് ചെയ്യേണ്ടതെന്ന് നോക്കാം. ചെക്ക് ലീക്ക് ടെസ്റ്റ് വിത്ത് ടെസ്ലാങ് ആൻഡ് സെറ്റ് ദ പാരാമീറ്റേഴ്സ്. ടെസ്ലാങ് ഉപയോഗിച്ച് ലീക്ക് ടെസ്റ്റ് ചെയ്യുക. പാരാമീറ്റേഴ്സ് ഒക്കെ പ്രീസെറ്റ് ചെയ്ത് വെക്കുക. ഓക്കെ, ദെൻ മോഡ്സ്, നമ്മുടെ വെന്റിലേറ്ററിലെ 2 മോഡ്സ് എന്ന് പറയുന്നത് വോളിയം കൺട്രോളും പ്രഷർ കൺട്രോളും ആണ്. വെന്റിലേറ്ററിന്റെ വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട്, അപ്പോൾ അത് എക്സ്പ്ലെയിൻ ചെയ്ത് അതിനകത്ത് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. ദെൻ ഇതിന്റെ പാരാമീറ്റേഴ്സ് PV, അതായത് വൈറ്റ് ടൈഡൽ വോളിയം, ദെൻ പീപ്പ്, റെസ്പിറേറ്ററി റേറ്റ്, പീക്ക്, FiO2, ഇൻസ്പിറേറ്ററി റേറ്റ്, ഇൻസ്പിറേറ്ററി റേഷ്യോ, എക്സ്പിറേറ്ററി റേഷ്യോ, ട്രിഗർ സെൻസിറ്റിവിറ്റി. ഇത്രയുമാണ് നമ്മുടെ വെന്റിലേറ്ററിന്റെ പാരാമീറ്റേഴ്സ് എന്ന് പറയുന്നത്. ദെൻ മോണിറ്റർ, ഇനി നമ്മുടെ മോണിറ്ററിൽ നമ്മൾ വന്നു കഴിഞ്ഞാൽ എന്തൊക്കെയാണ് ചെക്ക് ചെയ്യേണ്ടതെന്ന് നോക്കാം. ചെക്ക് ദ പവർ കോഡ് ആർ അറ്റാച്ച്ഡ് ആൻഡ് വെരിഫൈ ദ പവർ സപ്ലൈ. നമ്മുടെ പവർ കോഡ് അറ്റാച്ച് ചെയ്തിട്ടുണ്ടോ, കറക്റ്റ് ആയിട്ട് പവർ സപ്ലൈ വരുന്നുണ്ടോ, ബാറ്ററി ബാക്കപ്പ് ഉണ്ടോ, ഇതൊക്കെയാണ് നമ്മൾ ഫസ്റ്റ് മോണിറ്ററിൽ ചെക്ക് ചെയ്യേണ്ട കാര്യങ്ങളെന്ന് പറയുന്നത്. ദെൻ സെറ്റ് ദ അലാം ലിമിറ്റ്സ്, അതായത് നമ്മുടെ ഹാർട്ട് റേറ്റിന്റെയും BPയുടെയും സാച്ചുറേഷന്റെയും ഒക്കെ അലാം ലിമിറ്റ്സ് ചെക്ക് ചെയ്ത് വെക്കുക. അതോടൊപ്പം അത് സെറ്റ് ചെയ്ത് വെക്കുക. ദെൻ പ്രീ ഇൻഡക്ഷൻ മോണിറ്ററിംഗിലായിട്ട് നമ്മുടെ ECG, NIBP, SpO2 ആണ് വരുന്നത്. പിന്നെ നമ്മുടെ EtCO2, ടെമ്പറേച്ചർ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്ത് വെക്കുക. ദെൻ ഓപ്ഷണൽ ആയിട്ട് നമ്മൾ മോണിറ്റർ ചെയ്യേണ്ടത് IBP, ദെൻ CVP. നമ്മുടെ CVP മോണിറ്ററിങ്ങും CVP കത്തീഡ്രൈസേഷനും ഒക്കെ ഒരു വീഡിയോ ആയിട്ട് ചെയ്തിട്ടുണ്ട്. അത് കാണാത്തവർ അതോടെ ചെന്ന് കണ്ടു നോക്കുക. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ അത് കമന്റ് സെക്ഷനിൽ ചോദിക്കാവുന്നതുമാണ് കേട്ടോ. ഇനി ആണ് നമ്മുടെ മെയിൻ താരത്തിലേക്ക് പോകുന്നത്, വെന്റിലേറ്റിംഗ് ആൻഡ് ഇൻറ്റുബേറ്റിംഗ് എക്യുപ്മെൻറ്റ്സ്. നമ്മുടെ ഇൻറ്റുബേറ്റിംഗ് എക്യുപ്മെൻറ്റ്സ് ഉണ്ടെങ്കിൽ ഇതൊക്കെ ഉണ്ടായിട്ട് കാര്യങ്ങളുള്ളൂ കേട്ടോ. അപ്പോൾ ഫസ്റ്റ് നമ്മളിപ്പോൾ അഡൾട്ട് കേസ് പറയുന്നത് കൊണ്ട് തന്നെ അഡൾട്ട് 2 ജെൻഡറുണ്ട്, ഫീമെയിൽ, മെയിൽ. അപ്പോൾ അതിന് ഏതൊക്കെയാണ് ട്യൂബ് സൈസസ് എന്ന് നമുക്ക് അറിയുന്ന കാര്യമാണ്. ET ട്യൂബ് 7.5 ആയിരിക്കും കൂടുതലും ഫീമെയിൽസിന് യൂസ് ചെയ്യുന്നത്. ET ട്യൂബ് 8.5 ആയിരിക്കും മെയിൽസിന് കൂടുതലും യൂസ് ചെയ്യുന്നത്. ഓക്കെ, അത് പേഷ്യൻറ്റിൻ്റെ കണ്ടീഷനും പേഷ്യൻറ്റിൻ്റെ ഹൈറ്റും പേഷ്യൻറ്റിൻ്റെ വെയിറ്റും പേഷ്യൻ്റ് ഒബീസാണോ എന്നതൊക്കെ നോക്കിയിട്ട് കണ്ടീഷൻസ് ഡിഫറൻസ് ആകാനുള്ള ചാൻസസും ഉണ്ട് കേട്ടോ. അതായത് ET ട്യൂബിൻ്റെ സൈസിൻ്റെ ഡിഫറൻസ് വരാനുള്ള ചാൻസസും ഉണ്ട്. അതുകൂടെ നിങ്ങൾ ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക കേട്ടോ. പിന്നെ നമ്മൾ ഓൾറെഡി ഇൻറ്റുബേറ്റിംഗ് ട്രോളിയിൽ എന്തൊക്കെ എക്യുപ്മെൻറ്റ്സ് ആണ് ഉള്ളത് എന്നത് കഴിഞ്ഞൊരു വീഡിയോയിൽ ചെയ്തിട്ടുണ്ട്. അത് കാണാത്തവർ അതോടെ ചെന്ന് കണ്ടു നോക്കുക. ഇൻറ്റുബേറ്റിംഗ് ട്രോളിയിൽ വരുന്ന ബാക്കി എക്യുപ്മെൻറ്റ്സ് എന്ന് പറയുന്നത് ഗൈഡൽ എയർവേ, അതായത് ഓറൽ എയർവേ. ഏത് സൈസസിലാണ്, നമ്മളിപ്പോൾ അഡൾട്ട് പേഷ്യൻറ്റിനെ പറ്റിയാണല്ലോ പറയുന്നത്. അഡൾട്ട് പേഷ്യൻറ്റിന് വേണ്ടിയിട്ടുള്ള സൈസസിലുള്ള ഓറൽ എയർവേസ്, നേസൽ എയർവേസ്, അതോടൊപ്പം തന്നെ മാഗിൽ ഫോർസെപ്സ്. ദെൻ പിന്നെ നമ്മുടെ ബാക്കി എക്യുപ്മെൻറ്റ്സ് ആയിട്ടുള്ള എന്താ പറയുക, ലോക്സ് 2% ജെല്ലി, ലൂബ്രിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ജെല്ലീസ്. ദെൻ അപ്രോപ്രിയേറ്റ് സൈസസിലുള്ള ബ്ലേഡ്, അതായത് ലാരിഞ്ചോസ്കോപ്പ് ബ്ലേഡ്. നമുക്ക് ഓൾറെഡി അറിയാം 3 ടൈപ്പ് ഓഫ് ബ്ലേഡ്സ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത്, മെക്കിൻഡോഷ്, മെക്കോയ് ആൻഡ് മില്ലർ. അപ്പോൾ അതിൽ ഏതാണ് നമുക്ക് ആവശ്യമായിട്ട് വരുന്നത് അതുകൂടി അറേഞ്ച് ചെയ്ത് വെക്കുക. അതോടൊപ്പം അത് വർക്കിംഗ് കണ്ടീഷൻ ആണോ എന്നതുകൂടി ചെക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ. ദെൻ മറ്റ് വസ്തുക്കളെന്ന് പറയുന്നത് HME ഫിൽറ്റർ, കത്തീറ്റർ മൗണ്ട്, അങ്ങനെ നമുക്ക് വേണ്ട, അതായത് നമുക്ക് ഒട്ടിക്കണമല്ലോ. നമ്മൾ ട്യൂബ് ഇട്ടതിന് ശേഷം പേഷ്യൻറ്റിലേക്ക് അത് സ്റ്റിക്ക് ചെയ്ത് വെക്കാനായിട്ട് യൂസ് ചെയ്യുന്ന ഡയനാപ്ലാസ്റ്റ് പോലെയുള്ള, അല്ലെങ്കിൽ മൈക്രോ പവറാണോ, നിങ്ങളുടെ അവിടെ ക്യൂറാ പവറാണോ, എന്താണ് യൂസ് ചെയ്യുന്നത് അത്, അതായത് അഡേസീവ് ടേപ്സ് എല്ലാം സെറ്റ് ചെയ്ത് വെക്കുക.
ഇനി നമുക്ക് പോകുന്നത് ഡ്രഗ്സ് ആണ്. നമ്മുടെ ആ പേഷ്യൻറ്റിന് വേണ്ടിയിട്ടുള്ള പേഷ്യൻ്റെ കണ്ടീഷൻസും പേഷ്യൻ്റെ ഹിസ്റ്ററിയൊക്കെ അനുസരിച്ചുള്ള ഡ്രഗ്സ്, പ്രീ മെഡിക്കേഷൻ ഡ്രഗ്സ് എടുത്ത് വെക്കുക. അതായത് നമ്മൾ സാധാരണ എടുക്കുന്നത് ഗ്ലൈക്കോപൈറലൈറ്റ്, ആൻറ്റി കോളിനർജിക് ആയിട്ടുള്ള ഗ്ലൈക്കോപൈറലൈറ്റ്, ബെൻസോഡൈസപ്പൈൻ ആയിട്ടുള്ള മിഡാസോളം സെഡേറ്റീവിന് വേണ്ടി യൂസ് ചെയ്യുന്നു. ദെൻ ഫെൻറ്റനൈൽ, മോർഫിൻ, ഒപ്പിയോയിഡ്സ് ആയിട്ട്. ദെൻ ഡെക്സ്മെഡിറ്റോമിഡിൻ ഇഫ് റിക്വയർഡ്, ആവശ്യമാണെങ്കിൽ ഡെക്സ്മെഡിറ്റോമിഡിൻ എടുക്കുക. ദെൻ ഇൻഡക്ഷൻ ഏജൻസ് ആയിട്ടുള്ള പ്രൊപ്പഫോളോ, കീറ്റമിൻ, തയോപെൻറ്റോൺ, എറ്റോമിഡേറ്റ്, ഇതിലേതാണോ പേഷ്യൻറ്റ് വേണ്ടത് അതെടുത്ത് വെക്കുക. ദെൻ ഇൻഹലേഷൻ ഏജൻ്റ് ആയിട്ടുള്ള സെവോഫ്ലോറൈൻ, ഐസോഫ്ലോറൈൻ. നമുക്കറിയാം സെവോഫ്ലോറൈൻ, ഐസോഫ്ലോറൈൻ രണ്ടും ഒരുമിച്ച് ഇൻഹലേഷൻ ഏജൻറ്റ് പോകില്ല. അറ്റ് എ ടൈം ഒരെണ്ണം മാത്രമേ പോകുള്ളൂ. നമുക്ക് ഇൻഹലേഷൻ ഏജൻസ് എന്ന് പറഞ്ഞിട്ട് ഒരു വീഡിയോ ചെയ്യാം കേട്ടോ. ലോക്കൽ അനസ്തറ്റിക് ഡ്രഗ് ആയിട്ടുള്ള ലിഗ്നോക്കെയിൻ 2%, ദെൻ വാസോപ്രസേഴ്സ് ഓർ അയനോട്രോപ്സ് ആയിട്ടുള്ള ഡോപ്പമിൻ, ഡോബിറ്റമിൻ, എഫിനെഫ്രിൻ, ദെൻ എഫിഡ്രിൻ, ഫീനിലെഫ്രൈൻ, വാസോപ്രസിൻ, ഇതെല്ലാം നമ്മുടെ എമർജൻസി ഡ്രഗ്സ് ആയിട്ട് നമ്മുടെ ഓൾറെഡി ക്രാഷ് ട്രോളിയിൽ സെറ്റ് ചെയ്ത് വെച്ചിരിക്കണം. ദെൻ സ്റ്റിറോയിഡ്സ് ആയിട്ടുള്ള ഡെക്സോണ, അതോടൊപ്പം തന്നെ ഹൈഡ്രോകോർട്ടിസോൺ, ദെൻ വാസോഡോലേറ്റേഴ്സ് ആയിട്ടുള്ള NTG, SNP, എമർജൻസി ഡ്രഗ്സ് ആയിട്ടുള്ള എഫെഡ്രിൻ, ഫീനിലെഫ്രൈൻ, അട്രോപ്പിൻ, ബീറ്റ ബ്ലോക്കേഴ്സ് ആയിട്ടുള്ള ലാബറ്റലോൾ, മെറ്റോപ്രലോൾ, എസ്മലോൾ, ദെൻ ആൻറ്റി അരിത്മെറ്റിക്സ് ആയിട്ടുള്ള ലിഗ്നോക്കെയിൻ, അമിയോഡോറോൺ, ദെൻ മസിൽ റിലാക്സൻസ് ഇല്ലെങ്കിൽ ഒന്നും നടക്കില്ല. ഓക്കെ, നമുക്ക് ഇപ്പോൾ സ്കോളിലാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ റാപ്പിഡ് സീക്വൻസ് ഇൻറ്റുബേഷൻ ആയിരിക്കും. അതനുസരിച്ച് ആ മസിൽ റിലാക്സൻ്റ് എടുത്ത് വയ്ക്കുക. സിസട്രാക്യൂറിയം, മെട്രാക്യൂറിയം, പ്രൊക്രോണിയം, വെക്രോണിയം, അതിലേതാണോ വേണ്ടത് അതെന്തായാലും സെറ്റ് ചെയ്ത് വെക്കാൻ മറക്കരുത് കേട്ടോ. ആൻറ്റി എമിറ്റിക്സിലുള്ള ഓണ്ടാസെട്രോൺ, മെറ്റോക്ലോപ്രമൈഡ്, ദെൻ അഡ്ജസൻറ്റ് ഡ്രഗ്സ് ആയിട്ട് വരുന്ന ട്രമഡോൾ, പാരാസെറ്റമോൾ, ദെൻ റിവേഴ്സലായിട്ട് നമ്മൾ പലയിടത്തും യൂസ് ചെയ്യുന്നത് മയോപാർലൈറ്റ് ആണ്. ചില സ്ഥലങ്ങളിൽ നിയോസ്റ്റിഗ്മിൻ പ്ലസ് ഗ്ലൈക്കോ ഉപയോഗിക്കുന്നവരുണ്ട്, നിയോസ്റ്റിഗ്മിൻ പ്ലസ് അട്രോപ്പിൻ ഉപയോഗിക്കുന്നവരുണ്ട്. നമ്മുടെ റെക്രോണിയം, വെക്രോണിയത്തിന് നമുക്ക് റിവേഴ്സലായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ഡ്രഗാണ് സുഗാമെഡക്സ് എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾ വർക്ക് ചെയ്യുന്ന ഹോസ്പിറ്റലിൽ എവിടെയെങ്കിലും സുഗാമെഡക്സ് എന്ന് പറയുന്ന ഡ്രഗ് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ അതോടെ ഒന്ന് കമൻറ്റ് സെക്ഷനിൽ പറയാം കേട്ടോ. പിന്നെ എന്നോട് വന്നൊരു കമൻ്റ് ആയിരുന്നു LCS കേസിന് പ്രിപ്പയർ ചെയ്യേണ്ടത് എങ്ങനെയാണ് എന്നുള്ളത്. അപ്പോൾ അതിൻ്റെ വീഡിയോ നമുക്ക് ചെയ്യാം. അപ്പോൾ നമുക്ക് അഡൾട്ടാണല്ലോ LCS എന്ന് പറയുന്നത്. അപ്പോൾ അവിടെ വരുന്ന എക്സ്ട്രാ ഡ്രഗ് എന്ന് പറയുന്നത് നമ്മുടെ പിറ്റോസിൻ, ഓക്സിറ്റോസിൻ, പ്രോസ്റ്റഡിൻ, മെത്തർജിൻ അങ്ങനെയുള്ള ഡ്രഗ്സ് ആണ്. അത് നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് ചെയ്യാം കേട്ടോ. IV ഫ്ലൂയിഡ്സിൽ RL, NS, DNS, ദെൻ പ്ലാസ്മോലൈറ്റ്. അപ്പം നമുക്ക് ചില ഡ്രഗ്സ് എന്ന് പറയുന്നത് റെഫ്രിജറേറ്റ് ചെയ്ത് ഉപയോഗിക്കേണ്ട ഡ്രഗ്സ് ആയിരിക്കും. അപ്പോൾ അത് നിങ്ങൾ ശ്രദ്ധിക്കണം. ചിലരുടെ അന്നത്തെ കേസിന് എന്താണോ വേണ്ടത്, ഇപ്പോൾ റെയർ ആയിട്ടുള്ള കേസാണ്, ആ കേസിന് ഇപ്പോൾ ആൽബുമിൻ വേണം എന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ള ഡ്രഗ്സിൻ്റെ അവൈലബിലിറ്റിയും കൂടെ നമ്മൾ എന്തായാലും കൺഫേം ചെയ്യേണ്ടതായിട്ടുണ്ട് കേട്ടോ. ദെൻ എക്യുപ്മെൻറ്റ്സ് എന്ന് പറയുമ്പോൾ നമ്മുടെ ഡയതെർമി ഉൾപ്പെടെയുള്ള എക്യുപ്മെൻറ്റ്സ് എല്ലാം വർക്കിംഗ് ആണോ എന്ന് നോക്കുക. മെയിൻ കാര്യം പേഷ്യൻ്റെ കാലിൻ്റെ അഡ്മിനിസ്ട്രേഷൻ ഓക്കെ ആണോ എന്നുള്ളതൊക്കെ പ്രോപ്പറായിട്ട് ചെക്ക് ചെയ്യണം കേട്ടോ. നിങ്ങൾ വർക്ക് ചെയ്യുന്നിടത്ത് അനസ്തീഷ്യ ടെക്നീഷ്യനായിട്ട് മാത്രമാണോ നിൽക്കുന്നത്, അതേ OT ടെക്നീഷ്യനായിട്ടും കൂടെയാണോ നിൽക്കുന്നത് എന്നതുകൂടെ ഒന്ന് പറയാം കേട്ടോ. ചില ഹോസ്പിറ്റൽസിൽ അനസ്തീഷ്യ ടെക്നീഷ്യൻസ് എന്ന് പറയുമ്പോൾ അവർ അനസ്തീഷ്യ സൈഡ് മാത്രം നോക്കിയാൽ മതി. എന്നാൽ ചില ഹോസ്പിറ്റൽസിൽ OT സൈഡ് കൂടെ നോക്കുന്നതായിട്ട് കാണപ്പെടുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ വർക്ക് ചെയ്യുന്നിടത്ത് നിങ്ങൾ അനസ്തീഷ്യ ടെക്നീഷ്യനായിട്ട് മാത്രമാണോ നിൽക്കുന്നത്, അതേ അനസ്തീഷ്യ കം OT ടെക്നീഷ്യനായിട്ടാണോ നിൽക്കുന്നത് എന്നതുകൂടി ഒന്ന് കമൻറ്റ് സെക്ഷനിൽ പറയാം കേട്ടോ. അപ്പോൾ നമ്മൾ ബാക്കിയുള്ള നമ്മുടെ എക്യുപ്മെൻറ്റ്സ് ആയിട്ടുള്ള എന്താ പറയുക, മൈക്രോസ്കോപ്പ്, സിയാ മെഷീൻ, നമ്മുടെ ബോഡി വാമർ, എൻഡോസ്കോപ്പി, കബോർഡ്, ക്യാമറ, ലൈറ്റ് സോഴ്സ്, എൻസെഫലേറ്റർ. അപ്പോൾ ഇത്രയുമാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്. എല്ലാവർക്കും മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. വൈവിക്ക് ഈ പോയിന്റ്സ് ഒന്നും മറക്കാതെ തന്നെ എല്ലാവരും പറയണം. നല്ല മാർക്ക് എല്ലാവരും സ്കോർ ചെയ്യുകയും ചെയ്യണം കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞ കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. ഈ സബ്ജക്റ്റ് പഠിക്കുന്ന സ്റ്റുഡൻസിലേക്ക് ഇതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക, സബ്സ്ക്രൈബ് കൂടെ ചെയ്യട്ടോ. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് നമുക്ക് ഉടനെ തന്നെ വരാം. നിങ്ങൾക്ക് വേണ്ട എന്തെങ്കിലും ടോപ്പിക്സ് വേണമെന്നുണ്ടെങ്കിൽ അതൊന്ന് കമൻറ്റ് സെക്ഷനിൽ പറയാം. അതുവരേക്കും ഓക്കെ, ബൈ, താങ്ക് യു.